കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ മരിച്ചു എന്ന് തന്നെ DK ഉറച്ചു വിശ്വസിക്കുക. ഒരു ദിവസം എന്നോട് സംസാരിച്ചപ്പോ DK എന്തോ പറയാൻ വന്നു. പക്ഷേ പാതിയിൽ DK അങ്ങ് നിർത്തി. അങ്ങനെ വിശ്വസിക്കാനുള്ള എന്തോ ഒരു കാരണം DKയുടെ ഉള്ളിലുണ്ട്. എനിക്കതറിയണം. അതുവരെ ഹരിപ്രിയയ്ക്ക് ഇവിടെ നിന്നേ പറ്റും. എന്തായിരിക്കും DKയുടെ മനസ്സിലെ രഹസ്യം? എന്തെങ്കിലും ഊഹമുണ്ടോ? എനിക്കൊരു ഊഹമുണ്ട്. അതാണോന്നറിയില്ല. അതറിയാൻ കൂടിയാ നാളത്തെ യാത്ര. അപ്പൊ ഗുരുജിയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? ഗുരുജിയെ കാണണം. കണ്ടിട്ടേ പോവും. എങ്ങോട്ട്? അന്ന് എനിക്കും ശിവയ്ക്കും അപകടം നടന്ന സ്ഥലത്തേക്ക്. എന്തിന്? അതൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ചിലപ്പോ ഒരു 2 ദിവസം കഴിഞ്ഞൊന്നും വരും. ഇവിടെ ഉള്ളൊരു ഞാൻ എവിടെ പോയിന്ന് ചോദിച്ചാ കമലേച്ചി എന്തേലും പറഞ്ഞങ്ങ് നിർത്തിയേക്കണം. ആരെ കാണാനാ പോകുന്നെങ്കിലും പറഞ്ഞൂടെ? ഒരു പെൺകുട്ടിയെ കാണാൻ. എന്തിനാ പേടിക്കുന്നത്? എന്തു വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളില്ലേ? എന്നിട്ടാണോ എന്നെ അന്വേഷിച്ച് പോലീസ് വന്നത്? എന്റെ വീട്ടിലും പോലീസ് വന്നു. ഉപേന്ദ്രൻ എവിടെ? അറിയില്ല. ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. അവനിനി പോലീസിന്റെ വലയിൽ ചെന്ന് പെട്ടോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ ഇനി ഉപയോഗിക്കണ്ട. തൽക്കാലം മാറ്റിവെച്ചേക്ക്. ഇതെന്തൊരു ഏർപ്പാടാ സാറേ? ഇങ്ങനെ ആളെ കൊല്ലാനുള്ള ഏർപ്പാടാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇതൊരുമാതിരി കൊല ചതിയായിപ്പോയി. എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറന്നു പറയാൻ പറ്റുമോ? ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടി വരും. പിന്നെ ആരെയും കൊല്ലാനൊന്നും എനിക്ക് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ സംഭവിച്ചു പോയതാണ്. 100ഓളം പേര് ആശുപത്രിയിൽ. 2 പേരുടെ ജീവൻ എടുത്തതിന് പിന്നിൽ നമ്മളാണെന്നെങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ അവർ നമ്മളെ വച്ചേക്കില്ല. സാറേ, ഇതിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റിയ അവസ്ഥയല്ല ഇപ്പോ. നമ്മളെല്ലാം പെട്ടുപോയി. തൽക്കാലം പിടികൊടുക്കരുത്. അത് മാത്രമേ മാർഗമുള്ളൂ. എത്ര കാലം ഒളിച്ചു നടക്കും? DKയും കമ്മീഷണറും ഒക്കെ ഓടി പാഞ്ഞു നടക്കുക. ഏത് നിമിഷവും അവർ നമ്മളെ പൊക്കും. ഭയം അത് നമ്മളെ അപകടത്തിൽ കൊണ്ടുവന്നെത്തിക്കും. പേടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? പോലീസാ പിന്നാലെ ഉള്ളത്. നമ്മുടെ ഫോണൊക്കെ അവരെപ്പോഴേ ട്രാക്ക് ചെയ്ത് കാണും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അഥവാ നമ്മളിൽ ആരെയെങ്കിലും പോലീസ് പിടിച്ചാൽ പരസ്പരം ഒറ്റിക്കൊടുക്കരുത്. പോലീസിന്റെ അടിയുടെ ചൂടറിയാലോ സാറിന്. കുഞ്ഞുനാളി കുടിച്ച അമ്മിഞ്ഞപ്പാൽ വരെ അവന്മാരടിച്ച് വെളിയിൽ കൊണ്ടുവരും. എന്നെ അടിച്ചാൽ ഞാൻ സാറിന്റെ പേര് പറയും. ചിലപ്പോൾ പഞ്ചസാര കലക്കി വെള്ളം വരെ കുടിപ്പിക്കും. 41 ദിവസം തയ്ക്കത്തില്ല. അതിനകം ആള് തട്ടിപ്പോവും. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. പേടിക്കാതെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. തൽക്കാലം ഞാൻ പറയുന്നതുവരെ നിങ്ങൾ ഒളിവിൽ തന്നെ താമസിച്ചാൽ മതി. നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കും. മേഡം, ഇതെന്താ ടാക്സിയോ? ഇവിടുന്ന് ഒരു മേഡം വിളിച്ചിരുന്നു. ഇതാർക്ക് പോവാനാ? നിനക്ക് പോവാനാണോ ഈ ടാക്സി? അതെ അമ്മേ, ഞാനൊരു സ്ഥലം വരെ പോവാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ? നിക്ക്. എനിക്കൊരു കാര്യം അറിയണം. എവിടേക്കാ മോള് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ സുപ്രിയോട് എനിക്കൊരു കടമയുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയി അമ്മേ. പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം പറയാം. ശരി. എടോ, തനിക്കെന്താ ഞാൻ പറഞ്ഞ തമാശയായി തോന്നുന്നുണ്ടോ? സംഗതി സീരിയസ് മാറ്ററാ. പക്ഷേ ആലോചിച്ചപ്പോ അതിലൊരു നല്ല തമാശ തോന്നി. മോൾക്ക് പ്രസവവേദന, അമ്മയ്ക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെയാ തന്റെ ഈ ചിരി. എടോ, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അവൾക്കൊരു കുലുക്കവും ഇല്ല. അതറിയോ തനിക്ക്? എടോ, താൻ ഇതിനെ സീരിയസ് ആയിട്ട് കാണരുത്. എന്തായാലും
തന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ജ്യോതി ഇതൊക്കെ ചെയ്തത്. അതോർക്കുമ്പോ തനിക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. ഒലക്ക, ഇടോ താനിത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഇത്രയും ദിവസം അവളിവിടെ നടത്തിയ പ്രകടനമെല്ലാം തനിക്കറിയാവോ? അതൊക്കെ എനിക്ക് മനസ്സിലായി. തന്നെ ജ്യോതി ഇതിന്റെ പേരിൽ കുറച്ച് വട്ടം കറക്കി. ഇപ്പോ പ്രഗ്നൻസി ഇല്ലാന്നറിഞ്ഞപ്പോ ജ്യോതി പറ്റിച്ചതാണെന്ന് തന്റെ തോന്നൽ കറക്റ്റായി. അതല്ലേ താൻ പറഞ്ഞു വരുന്നത്? പിന്നല്ലാതെ മുക്കാലിയെ കിട്ടി അടിക്കണം ആ ബേക്കറിക്കാരിയെ. എടോ, ഇതിന് താൻ പകരം വീട്ടണം. എങ്ങനെ? എത്രയും വേഗം നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം. ജ്യോതി ഉടനെ ഒരു അമ്മയാവണം, തന്റെ കുഞ്ഞിന്റെ അമ്മ. എങ്ങനെയുണ്ട് പ്രതികാരം? ഈ ബുദ്ധിയും കൊണ്ടാണ് താൻ പോലീസ് കമ്മീഷണറായിട്ട് നടക്കുന്നത്. കഷ്ടം തന്നെ നിന്റെ കാര്യം. അതല്ലടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ജ്യോതി ഈ ചെയ്തതൊക്കെ താനൊരു തമാശയായിട്ട് കണ്ടാ മതി. പക്ഷേ ഇനി നിങ്ങൾക്കൊരു കുഞ്ഞു വേണം, ഉടനെ തന്നെ. ഇനി ലേറ്റാവും തോറും അതിനുള്ള സാധ്യത കുറയും. എത്രയും നേരത്തെ ആവുന്നോ അത്രയും നല്ലത്. താനെന്താ ആലോചിക്കുന്നേ? തനിക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മരുമക്കൾ, അവരുടെ കുടുംബം, സന്തോഷം, അവർക്കാർക്കും കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല ഇതുവരെ. അതിന് തനിക്കെന്താ? അവർക്ക് ചെറുപ്പമല്ലേ? അതല്ലടോ, അവർക്കാർക്കെങ്കിലും ഒരാൾക്ക് കുട്ടികളുണ്ടായ ശേഷം ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഒരു ചമ്മൽ ഒഴിവാക്കാമായിരുന്നു. അപ്പോ ഇത്രയും നാൾ നിങ്ങൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണോ? ഏയ്, അതൊന്നുമല്ല. അതൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന് കരുതി. കുഞ്ഞുങ്ങളൊക്കെ ഈശ്വരന്റെ വരദാനമല്ലേ. അത് സമ്മതിച്ചു. പക്ഷേ മറ്റൊരു കൂട്ടം ദൈവങ്ങളും കൂടിയുണ്ട് ഈ നാട്ടിൽ, ഡോക്ടർമാർ. കുട്ടികൾ ഉണ്ടാകാതെ നിത്യ ദുഃഖത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കുന്ന ജീവനുള്ള ദൈവങ്ങൾ. അവരാടോ യഥാർത്ഥ ദൈവങ്ങൾ. തനിക്ക് വിഷമമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ലൈഫ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്, ഡോക്ടർ പാപ്പച്ചൻ. നിങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. ഞാൻ വിളിച്ചു പറയാം. ഇടോ, അതിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു ചെക്കപ്പ് അത് മതി. നമുക്ക് ഒരു ആവറേജ് അവയർനെസ് കിട്ടും. ഞാൻ പറഞ്ഞത് തനിക്ക് വിഷമമായോ? ഏയ് ഇല്ല, സത്യത്തിൽ ഞാനിത് തന്നോട് ചോദിക്കണമെന്ന് കരുതിയതാ. പക്ഷേ നാണം കൊണ്ടാ ചോദിക്കായിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, താൻ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊയ്ക്കോളാം. താനിനി ഇതിന്റെ പേരിൽ ജ്യോതിയെ കുറ്റം പറയരുത്. ചിലപ്പോ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹം ജ്യോതി ഇങ്ങനെ പറയാതെ പറഞ്ഞതാണെങ്കിലോ? ഹലോ, എന്താടോ തനിക്ക് വേണ്ടേ? ജ്യോതിമ, താനിപ്പോ എന്താ എന്നെ വിളിച്ചേ? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലിൽ എന്നെ വിളിക്കരുതെന്ന്. ഞങ്ങളുടെ റെസ്റ്റോറന്റ് പൊട്ടിക്കാനേ താൻ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. താനെന്റെ കൺമുന്നിലെങ്ങാനും വന്ന് നിന്നാലുണ്ടല്ലോ, ചെരുപ്പൂരി മുഖത്തടിക്കും ഞാൻ. ഇതൊരു മത്സരമല്ലേ ജ്യോതിമ? അപ്പോ ആരെങ്കിലും ഒരാൾ ജയിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ജയിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ ജ്യോതിമ? താൻ ജയിക്കോ തോക്കോ എന്ത് വേണമെങ്കിലും ചെയ്യൂ. പക്ഷെ ഇനിയും താൻ ഞങ്ങൾക്ക് നേരെ പ്രശ്നങ്ങളായിട്ട് വരാൻ നിൽക്കരുത്. അയ്യോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനല്ല ജ്യോതിമ വിളിച്ചത്. ഞാൻ ജ്യോതിമയ്ക്കൊരു സഹായം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. സഹായം? എന്ത് സഹായം? ഇയാളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട. ഇയാള് വന്ന പോലെ അങ്ങ് തിരിച്ചു പോയേച്ചാ മതി. അങ്ങനെ പറയല്ലേ ജ്യോതിമ. ഇത്രയും നാള് ജ്യോതിമയ്ക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? ജ്യോതിമയുടെ മനസ്സിനെ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പേടി. ആ പേടി ഇനി വേണ്ട എന്ന് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാൻ എന്തിനെ പേടിച്ചെന്നാ താനീ പറയുന്നേ? ചുമ്മാ പിച്ചും പെയും പറയാതെ ഫോൺ വെച്ചിട്ട് പോയേ. ജ്യോതിമ, സ്വന്തം ജീവിതം കൈവിട്ടു പോകുമോ എന്നുള്ള പേടി. DKയുടെ മരിച്ചുപോയ സുപ്രിയയില്ലേ, അവളുടെ അനുജത്തി ഹരിപ്രിയ. ആ ഹരിപ്രിയ
ജ്യോതിയുടെ ജീവിതം തട്ടിയെടുക്കുമോ എന്നുള്ള പേടി. ആ പേടി ഇനി വേണ്ട ജ്യോതിമ. എനിക്കിപ്പോ അങ്ങനെ ഒരു പേടി തൽക്കാലം ഇല്ല. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? അയ്യോ, ഫോൺ വയ്ക്കല്ലേ ജ്യോതിമ. എന്താ ഞാൻ പറയുന്നത് മുഴുവൻ ജ്യോതിമ ഒന്ന് കേൾക്ക്. ആ പേടിയെ ഞാനിങ്ങ് എടുത്തു ജ്യോതിമ. എന്താ പറഞ്ഞ? ജ്യോതിമയുടെ ജീവിതത്തിൽ ശല്യമായി വന്ന ക്ഷണിക്കപ്പെടാത്ത ആ അതിഥിയെ ഞാനിങ്ങ് എടുത്തു ജ്യോതിമ. അവളെ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്, ഇവിടെ. താൻ എന്താ പറഞ്ഞ? ആര് കസ്റ്റഡിയിലുണ്ടെന്ന്? അവൾ സുപ്രിയയുടെ അനുജത്തിയില്ലേ, ഹരിപ്രിയ. അവളിപ്പോഴേ എന്റെ കസ്റ്റഡിയിലാണ് ജ്യോതിമ. ഇവളെ വച്ചിട്ട് നിന്റെ DK ഞാൻ ഇവിടെ വരുത്തും. എന്നിട്ട് അവൻ ഇവിടെ വച്ചൊരു നല്ല ഉഗ്രം പണി ഞാൻ കൊടുക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിന്റെ DKക്ക് ആകില്ല ജ്യോതിമ. ഓ, അത് ശരി. അപ്പോ അവള് കയ്യിലുണ്ടെന്നും പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാ അല്ലേ? ശരി, ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. അപ്പൊ ശരി. ഏയ് ഇല്ല ജ്യോതിമ, എനിക്കറിയില്ലേ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ജ്യോതിമ പേടിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ദാ ഒരു ഫോട്ടോ ഇപ്പൊ അങ്ങോട്ട് അയച്ചുതരാം, നോക്കിക്കോ. ഹലോ വിഘ്നേഷ്, അവളെ ഒന്നും ചെയ്യരുത്. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ ജ്യോതിമയ്ക്ക് സന്തോഷമായില്ലേ? ഹലോ ഹലോ, കാര്യമാണോ? ഓടിയിരിക്കട്ടെ. ഹിറ്റ്ലർ എന്താ എടുക്കാത്തെ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ എടുക്കൂല. കമലേച്ചി, എന്താ ജ്യോതി? ഹരിപ്രിയ എവിടെ പോയതാ? എന്താ കാര്യം? അല്ല, എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, അതാ ചോദിച്ചേ. ഹരിപ്രിയ ബാങ്കിൽ പോയതാ, അവളിപ്പോ വരും. എനിക്ക് ഹരിപ്രിയയുടെ നമ്പർ ഒന്ന് തരൂ. എന്തിനാ നമ്പർ? അവളിപ്പോ തന്നെ ഇങ്ങ് വരും. അല്ല, എനിക്കൊരു അത്യാവശ്യത്തിനായിരുന്നു ചേച്ചി, പ്ലീസ് നമ്പർ ഒന്ന് പറ. ഒന്ന് പറ. 9497 9497 ഓക്കെ, താങ്ക് യു. ഹലോ ഹരിപ്രിയ, നീ എവിടെയാ? ജ്യോതിമ. നിങ്ങളോ? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ ആ ഫോട്ടോ അയച്ചിട്ടും ജ്യോതിമയ്ക്ക് വിശ്വാസമായില്ല അല്ലേ? ഹരിപ്രിയോട് സംസാരിക്കണം,
സംസാരിക്ക് ജ്യോതിമ, ഞാൻ ഫോൺ കൊടുക്കാം. ജ്യോതിയ സംസാരിക്ക. ജ്യോതി, ഞാനാ. ഹരിപ്രിയ, നീ എങ്ങനെ അവരുടെ കൈ പെട്ടത്? എന്നെ ഇവര് മതി സംസാരിച്ചത്. ജ്യോതിക്ക് കാര്യം മനസ്സിലായി. ബാക്കി ഞങ്ങൾ സംസാരിച്ചോളാം. ജ്യോതിമ, ഹരിപ്രിയ ഇവിടെ തന്നെ ഉണ്ട്. അതിബുദ്ധി കാണിച്ച് ഡി കെയോടൊന്നും വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട. ഡി കെയുടെ അടുത്ത് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? അപ്പൊ ശരി, കാണാം. വിഘ്നേഷ് പ്ലീസ്. ഹലോ ഹലോ. ഈശ്വര, അപ്പൊ സംഗതി ഏറ്റു. ഇപ്പൊ തന്നെ അവളിത് ഡി കെ വിളിച്ചറിയിക്കും. അവനിവിടെ പാഞ്ഞെത്തുകയും ചെയ്യും. അവന്റെ അവസാനത്തെ ആ വരവിൽ ഇവിടെ വച്ച് തന്നെ അവന്റെ കണക്ക് ക്ലോസ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നേ? നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ ആ ഡി കെ, അവനിവിടെ വരണമെങ്കിൽ നീ ഇവിടെ വേണമല്ലോ. അവനൊന്ന് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അവനെ നിനക്ക് കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണോ? വല്ല ജ്യൂസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതല്ലാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന കാര്യം മോള് ചിന്തിക്കേ വേണ്ട. ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കണം. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലം എനിക്കില്ല. അപ്പൊ പിന്നെ എന്നോട് ഈ കാണിക്കുന്നതോ? ഇത് ഉപദ്രവമല്ലേ? അയ്യോ, ഇത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മുൻകരുതൽ. ഹരിപ്രിയെ ഉപദ്രവിക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. സ്ത്രീകളോട് അന്തസ്സായിട്ട് പെരുമാറണമെന്നാ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണോ നിങ്ങളുടെ അമ്മ പഠിപ്പിച്ച അന്തസ്സുള്ള പെരുമാറ്റം? ഒന്ന് സമാധാനപ്പെട്. ആ ഡി കെ ഇല്ലേ, ഒന്നിങ്ങി വന്നോട്ടെ. അപ്പൊ എങ്ങനെയാ? ഡി കെ വിളിക്കട്ടെ? വരട്ടെ മൂർത്തി, ഞാൻ പറയാം. ബേട്ടി, വേറെ അറിയിക്കോ? ഞാൻ ആസ്ക് ചെയ്ത നീ കേട്ടില്ലേ? എവിടെ പോകുന്നു? അമ്മേത് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെവിടെയാന്നാ ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും പുതിയ ഐഡിയക്കുള്ള യാത്രയാണോ? ആയിരിക്കും. പ്രഗ്നൻസി അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നല്ലോ. ഇവള് പറഞ്ഞത് വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത ബാക്കിയുള്ളൊരു ശശിയായി. നിനക്ക് അത് തന്നെ വേണം. ഇവളുടെ കള്ളഗർഭത്തിന്റെ കഥയ്ക്ക് കുട പിടിച്ച് നടന്നവളല്ലേ നീ. നിനക്ക് ഇത് തന്നെ കിട്ടണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ സ്റ്റോറി പറഞ്ഞ് ആരും കുത്തി നോവിക്കാൻ നിൽക്കണ്ട. പക്ഷേ പഴയതുപോലെ നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. നീ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ ഞങ്ങൾക്കും അറിഞ്ഞേ പറ്റൂ. അതെ അമ്മേ, അമ്മ പറഞ്ഞതാ ശരി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. ഡിക്കയോട് പറഞ്ഞിട്ടാണോ പോകുന്നേ? അല്ല. അതെന്താ, പറയണ്ടെന്നാണോ? എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. അമ്മ, ദയവ് ചെയ്ത് എന്നെ തടയരുതെന്ന് ഇവരോടൊന്ന് പറയണം. മായേ, എവിടെയാ പോകുന്നെന്ന് പറയാതെ ഇവളെ ഇവിടുന്ന് പുറത്തേക്ക് വിടണ്ട. ജ്യോതി, അമ്മ പറയാതെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. പറഞ്ഞിട്ട് പോകരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ നിന്നോട്? ദയവ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. ദേ, നിന്റെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോവാനും തോന്നുന്നത് പോലെ പ്രവർത്തിക്കാനും ഇവിടെ പറ്റില്ല. അമ്മ, ഞാനിപ്പോ പോകുന്നത് എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടും ഉണ്ടാവില്ല. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ അമ്മ എന്നെ തടയരുത് പ്ലീസ്.